ഞാൻ റുബിയുടെ വിവരം കവിത ജീവിത നാടകം. അരങ്ങൊഴിഞ്ഞു പോകാൻ നേരമായോ അവനിയാം നാടകശാലയിൽ നിന്നീ നടന്നു. അരങ്ങൊഴിഞ്ഞു പോകാൻ നേരമായോ അവനിയാം നാടകശാലയിൽ നിന്നീ നടന്നു. യവനിക വീണു കാണികളില്ല മറ്റൊരു ലോകത്തെ അഭിനേതാവായി ജീവിത നാട്യത്തിൻ ചായമഴിപ്പിച്ചു മരണം മറ്റൊരു വേഷമിടിച്ചു. പൂവിലെ ജീവനേഴും മറ്റാരും കാണാ രംഗശാലയിലേക്കാനയിക്കുന്നു. തീരെ സുപരിചിതമല്ലാത്ത ലോക ഭാഷയും നിയമവും ചിട്ടയും എനിക്കറിയില്ല. എന്നാലും വരില്ലെന്നൊട്ടും പറയാനാകില്ലൊരു ശാഠ്യവും വിലപ്പോകില്ല. വിളിപ്പുറത്തെത്തുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അവിടെ ഇരുദേശമുണ്ടെന്ന് ഇതുവരെ കാണാത്ത മനുഷ്യർ കൽപ്പനയിലൂടോതുന്നു. ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവും അതിലേതിലേക്കാണെന്നെ കൊണ്ടുപോകുന്നതെന്നതജ്ഞാതം. പുത്രകളത്രാദി ബന്ധുജനത്തെ വിട്ടാമടക്കമില്ല യാത്രയിൽ. അല്പവിഷമമുണ്ടെങ്കിലും നിശ്ചയമൊരു നിമിഷം പോലും അതു പറഞ്ഞിവിടെ നിൽക്കാനാവില്ലല്ലേ. ഇവിടെ നിൽക്കാനാവില്ലല്ലേ. അത്ര കണിശം അവസാന യാത്രാ സമയം മറ്റാർക്കും മാറ്റാനാവില്ല നിശ്ചയം. മറ്റാർക്കും മാറ്റാനാവില്ല നിശ്ചയം. ഇത്ര കാലം ഭൂവിൽ ജീവിച്ചിട്ടും മൃതിക്കപ്പുറത്തെ അവസ്ഥയെ പറ്റി പലരും പറഞ്ഞിടിന ഊഹാപോഹമല്ലാതെ. ഇതുവരെ പരമാർത്ഥത്തെ നാം എന്തേ അറിയാത്തു. മൃഷ്ടമായി ഭൂമിയെപ്പറ്റിപ്പോലും ഇതുവരെ നാം എന്തേ അറിയാത്തു. ശിഷ്ടമീ കാലത്തെ കുറിച്ചുര ചെയ്വത് ആകയാൽ പരമവിഡ്ഢിത്വമെന്നല്ലേ പറയേണ്ടു. ശിഷ്ടമീ കാലത്തെ കുറിച്ച് ഉര ചെയ്വതിനാൽ പരമവിഡ്ഢിത്വമെന്നല്ലേ പറയേണ്ടു. പരമവിഡ്ഢിത്വമെന്നല്ലേ പറയേണ്ടു. പരമവിഡ്ഢിത്വമെന്നല്ലേ പറയേണ്ടു.